8-ന്റെയാണോ 16-ന്റെയാണോ? എന്ത്? അല്ല പണിയേ, നീ ഓരോന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടാവും. അത് 8-ന്റെയാണോ 16-ന്റെയാണോ ചോദിച്ചു. നമുക്ക് ഇന്ന് ചോദിക്കേണ്ടി വരുന്നത് കടലിനക്കരെയും കടൽ കടക്കാതെയും 10-25 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കേരളത്തിലേക്ക് എന്തു കൊണ്ടുവന്നു എന്ന ചോദ്യമാണ്. നമുക്ക് വീണ്ടും കാണാം. നിക്ഷേപം തേടി കഴിഞ്ഞ 10 വർഷത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ 25 വിദേശ യാത്രകളിൽ കേരളത്തിൽ നിക്ഷേപത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ചതായി വിവരമില്ലെന്ന് വ്യവസായ വകുപ്പ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കോടികൾ ചെലവിട്ട മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾ കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന ചോദ്യത്തിന് വിവരാവകാശ പ്രകാരം KSIDC കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശ സർക്യൂട്ടിന്റെ വിശദാംശങ്ങൾ 2016 മുതൽ 25 വരെ മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകൾ നോക്കിയാൽ അതിൽ UAE ഉണ്ട്, അമേരിക്കയുണ്ട്, ഇംഗ്ലണ്ടുണ്ട്, ജപ്പാനുണ്ട്, മുട്ടയുണ്ടോ? എന്നതാ പേര് പറഞ്ഞേ? ദക്ഷിണ കൊറിയയുണ്ട്, ഫിൻലാൻഡ് ഉണ്ട്, നോർവേ ഉണ്ട്, സ്വിറ്റ്സർലാൻഡ് ഉണ്ട്, ഫ്രാൻസ്, ബഹ്റിൻ, നെതർലാൻഡ്സ്, അങ്ങനെ രാജ്യങ്ങൾ നീളുന്നു. അങ്ങനെ 9.5 വർഷത്തിൽ മുഖ്യമന്ത്രി സന്ദർശിച്ച പട്ടികയാണിത്. മാമച്ചനിത് എവിടുന്ന് കിട്ടിയതാ? വിവരാവകാശം. പല രാജ്യങ്ങളിലും കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് യാത്ര നടത്തിയത്. ഞങ്ങളുടെ വിഷമങ്ങൾ നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നില്ല. ഇതിൽ അമേരിക്ക ഒഴികെ മറ്റുള്ള രാജ്യങ്ങളിലെ യാത്രയ്ക്ക് ചെലവിട്ടത് കോടിക്കണക്കിന് രൂപയാണ്. അമേരിക്കയിൽ പല ഘട്ടത്തിൽ മുഖ്യമന്ത്രി പോയത് സ്വകാര്യമായ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കായിരുന്നു. എന്നാൽ ഒരിക്കൽ മുഖ്യമന്ത്രി ന്യൂയോർക്കിൽ പോയി കസേരയിട്ടിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇന്ത്യയിലേക്ക് എന്ത് വന്നു, കേരളത്തിലേക്ക് എന്ത് വന്നു എന്നത് ചോദ്യമായി നിൽക്കുന്നു. ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. യൂറോപ്യൻ യാത്രയിൽ നോർവേയിൽ ഒരു കമ്പനി 180 കോടി നിക്ഷേപിക്കും എന്ന പ്രചാരണമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. എന്നാൽ 50 പൈസ പോലും കേരളത്തിൽ എത്തിയിട്ടില്ല. അത് വാഗ്ദാനം മാത്രമാണ് ഇതുവരെ KSIDC നൽകിയ വിവരങ്ങൾ പ്രകാരം. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. 2022 ഇംഗ്ലണ്ട് സന്ദർശനവും ഏറെ ചർച്ചയായതാണ്. എന്നാൽ ഇംഗ്ലണ്ട് സന്ദർശന ശേഷം പറഞ്ഞത് ഹിന്ദുജ ഗ്രൂപ്പ് വലിയ നിക്ഷേപം നടത്തുമെന്നാണ്. അതും വാഗ്ദാനം മാത്രം, ഓൺലി പ്രോമിസ്. ഏറിപ്പോയാൽ ഒരു അണ്ടി ഫാക്ടറി, അതിൽ കൂടുതൽ ഒന്നും അവിടെ നിന്ന് കിട്ടാനില്ല. ജപ്പാൻ യാത്രയും വലിയ ചർച്ചയായിരുന്നു. ജപ്പാൻ കൊറിയ സന്ദർശന ശേഷം 300 കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ വിവരാവകാശ പ്രകാരം കിട്ടിയ മറുപടിയിലും അതും വാഗ്ദാനം മാത്രം. നിങ്ങൾക്ക് എന്തിന്റെ കേടാ? ജപ്പാനിലേക്ക് ഇനി സർക്കാർ ചെലവിൽ കൊണ്ടുപോയത് വൻ സംഘത്തെ കൂടെയായിരുന്നു. അപ്പോൾ ഇത്ര വലിയ സംഘത്തെ കൊണ്ടുപോകുന്നതിൽ പ്രഗത്ഭരുണ്ട്, ഈ നെഗോസിയേഷൻസിലൊക്കെ മിടുക്കരായ ഉദ്യോഗസ്ഥരുണ്ട്. എന്നിട്ടും ഒന്നും വന്നില്ല, ഒന്നും കിട്ടിയില്ല. ഒരു മര്യാദ വേണ്ടേ? പല വിദേശ യാത്രകളിലും നമ്മൾ കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ യാത്രാ ചെലവും താമസ ചെലവും ഭക്ഷണ ചെലവും ഒക്കെ നമ്മുടെയൊക്കെ തന്നെ നികുതി പണം ഉപയോഗിച്ചതാണ്. ഇത് മാത്രമല്ല, അവർക്ക് പോക്കറ്റ് മണിയായ ഒരു ദിവസം ഒരു $100 കൂടി നൽകാറുണ്ട്. അതായത് ഇന്നത്തെ വിനിമയ നിരക്ക് പ്രകാരം 8500 രൂപയോളം വരും ഈ തുക. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഈ പൈസയ്ക്ക് നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചായ കുടിച്ചതും ഐസ്ക്രീം കഴിച്ചതും നാട് ചുറ്റി കണ്ടതും മാത്രമാണ് മിച്ചം. UAE സർക്കാർ $500 മില്യൺ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞതും വലിയ ചർച്ചയായി. അതിലും വലിയ ഡെവലപ്മെന്റ്സും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവർക്കും പറ്റി. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ വിവരാവകാശ പ്രകാരം കിട്ടിയ വിവരങ്ങളാണെങ്കിലും ഒന്നും നടന്നില്ല എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയുമോ? എന്തെങ്കിലുമൊക്കെ മെച്ചം ഉണ്ടായി കാണില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ മുഖ്യമന്ത്രി നടത്തിയ വിദേശ രാജ്യങ്ങളുടെ സന്ദർശനത്തിനിടയിൽ ഏതെങ്കിലും ഒരു ധാരണാപത്രം ഒപ്പുവെച്ച് തങ്ങൾക്ക് വിവരം ഇല്ല എന്നാണ് KSIDC മറുപടിയിൽ പറയുന്നത്. തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. നാടിന് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ലെങ്കിലും ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെയൊക്കെ തന്നെ നികുതി പണത്തിന് നമ്മുടെ മന്ത്രിമാരൊക്കെ കുറെ രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്.